ലേവ്യ പുസ്തകം അധ്യായം 24. ദൈവസന്നിധിയിലെ വെളിച്ചവും വിശുദ്ധിയും. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനം ലേവ്യ പുസ്തകം അധ്യായം 24 ആധാരമാക്കിയാണ്. ഈ അധ്യായത്തിൽ ദൈവം ദേവാലയത്തിലെ ദീപവും അപ്പവും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നു. ദീപം എല്ലായ്പ്പോഴും തെളിഞ്ഞിരിക്കണം. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലെ നിത്യ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. പിന്നീട് പ്രസാദ അപ്പം 12 അപ്പങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കപ്പെടുന്നു. ഇത് ഇസ്രായേൽ ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇവ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ വെളിച്ചം ഒരിക്കലും അണയരുത്. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്ഥിരത പുലർത്തണം. ഈ അധ്യായത്തിൽ ഒരു ഗൗരവമുള്ള സംഭവം കൂടി കാണാം. ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിച്ച ഒരാൾക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വിശുദ്ധിയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ആദരിക്കപ്പെടേണ്ടതാണ്. പിന്നീട് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നീതിയുടെ തത്വവും ഇവിടെ കാണാം. നീതി ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇതിൻ്റെ ആത്മീയ സന്ദേശം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വെളിച്ചമായി ജീവിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ. നിത്യമായി ദൈവത്തോടൊപ്പം നടക്കുക. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നുണ്ടോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ അവിടുത്തെ വെളിച്ചത്തിൽ നിലനിർത്തി വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.